ഭാഗമായിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തിന് ഈ ഒരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ബിസിനസ് പലരും കേട്ടിട്ടുണ്ടാവും, ഇട്ടേച്ച് പോയിട്ടുണ്ടാവും, നിർത്തി പോയിട്ടുണ്ടാവും, അല്ലെ? അത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരുപാട് നെഗറ്റീവ്സ് കൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ നമ്മളോട് ചോദിക്കാൻ, നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തിന് ഈ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളത്. ഞാനത് എന്നോട് ചോദിച്ച കാര്യം. കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. എല്ലാരും എത്രത്തോളം എന്നെ ചവിട്ടി താഴ്ത്താന്നേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു സാധാ വീട്ടമ്മ, ഒരു പശുവിനെയൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ജിതു സാർ എനിക്ക് ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് അന്നുണ്ടായിരുന്നു. കാരണം ശരീരം മൊത്തം നീര്, പിന്നെ കൈക്ക് ഭയങ്കര തരിപ്പ്, ഇങ്ങനത്തെ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് പൈസ മുടക്കി ഞാൻ ലാബിലൊക്കെ പോയിട്ട് എന്താ പറയാ, ലിവർ ഫംഗ്ഷനിങ്ങും കിഡ്നി ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞ പോലുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടത്തി പൈസ കൊണ്ടുവച്ച് കളഞ്ഞ ആളാ. പക്ഷെ അതിനൊന്നും എനിക്ക് കംപ്ലൈന്റുകളൊന്നുമില്ല. പക്ഷെ എന്റെ എന്താ പറയാ, അസുഖങ്ങളൊന്നും മാറാതിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു അവസരത്തിൽ ജിതു സാർ വന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു അവസരത്തിലേക്ക് ജോയിൻ ചെയ്തു. ഇവിടെ വന്ന് നമ്മുടെ ഡീടോക്സ്, നോനി ജ്യൂസ് എല്ലാം യൂസ് ചെയ്ത സമയത്ത് എന്താ പറയാ, എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഞാൻ ഇന്നിപ്പോ നടക്കുന്നു. അപ്പൊ നമ്മളെ മോഡി കെയർ പ്രൊഡക്ട്സ് അത്രയ്ക്ക് സൂപ്പർ വെൽനസ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അത് നമ്മള് യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് എന്താന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഘോരം പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ റിസൾട്ടുകൾ ഉണ്ടായി, അതിനുശേഷം മാത്രമേ നമുക്ക് ആ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ഒരാളും എന്താ പറയാ നമുക്കൊരു വില തന്നിട്ടില്ല. കാരണം നമ്മള് സാധാ വീട്ടമ്മയാണല്ലോ. അപ്പം അതും മാത്രമല്ല, ഒരു പശു കൂടി ഉള്ളപ്പോ നമുക്ക് അത്രയും വിലല്ല. മക്കളും ഹസ്ബൻഡും എല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും, അമ്മ ആലയിൽ പോയിക്കോ, അല്ലെ പശുവിന് വെള്ളം കൊടുത്തോ എന്ന് പറയുന്ന ഡയലോഗാ. കാരണം നമുക്ക് ഒരു വിലയില്ല, വിലയില്ലാത്ത ഒരു അവസരം. പക്ഷെ ഇന്നിപ്പം എന്റെ സ്ഥിതിയൊക്കെ കുറച്ച് മാറി തുടങ്ങി. കാരണം നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് പോലും അവസരം കിട്ടാത്തതിന്റെ പേരിലാണ് ഈ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിയത് എന്നുള്ളത് എല്ലാരും തിരിച്ചറിഞ്ഞു. നമുക്കും കഴിവുകൾ ഒരുപാടുണ്ട്. പക്ഷെ അന്നൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതിന്റെ പേരിലും, മക്കളെ നോക്കേണ്ട പേരിലും, വീട്ടില് എന്താ പറയാ അകപ്പെട്ട് പോയതിന്റെ പേരിലും കുടുങ്ങിയ ആളാ. അപ്പൊ അതെല്ലാരും തിരിച്ചറിഞ്ഞു. ഇന്നിപ്പം കുറച്ച് സൊസൈറ്റിയിൽ അത്യാവശ്യം നിലയും വിലയൊക്കെ കാരണം എന്താ വെച്ചാല്, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഇപ്പൊ ഒരു 3.5 വർഷം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3ാമത്തെ ട്രിപ്പാണ് ഞാനും ഇപ്പൊ പോകാൻ പോണേ. ഫസ്റ്റ് തന്നെ ഒരു ഡൊമസ്റ്റിക് ട്രിപ്പ്, ഗോവ ട്രിപ്പ് പോയി. അടുത്തത് ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡ്. ഒരു സാധാ വീട്ടമ്മയ്ക്ക് ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി തായ്ലൻഡ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യം തന്നെയാ. അത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു 3 വർഷം കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത്. അവിടെ ഞാൻ കമ്പാരിസൺ പറഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് മാതൃഭൂമിയില് വർക്ക് ചെയ്യാണ്. മൂപ്പര് എന്താ പറയാ 30 വർഷമായി മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇന്ത്യക്ക് പുറത്തൊരു യാത്ര പോയിട്ടില്ല. പക്ഷെ ഞാൻ വെറും 3 വർഷം കൊണ്ട് മോഡി കെയറിന് ഇന്ത്യക്ക് പുറത്തൊരു യാത്ര പോയി. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഞാനിപ്പം വേറെ ഒരു ഇത് പറയുകയാണെങ്കിൽ, അത് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഹാഫ് ഡേ ലീവാ. പക്ഷെ നമുക്ക് ഇവിടെ ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമുക്ക് നമ്മളെ മക്കളെ നോക്കിക്കൊണ്ടും വീട് നോക്കിക്കൊണ്ടും എപ്പം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എവിടെയും ഒന്നും ബാധിക്കുന്നില്ല. ഫാമിലിയിലോ ഒരു കാര്യത്തിലും നമ്മളെ എന്താ പറയുക ഇന്റർഫിയർ ചെയ്യാൻ ആരും വരുന്നില്ല. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എന്താ പറയാ, മറ്റേത് നമ്മള് വീട്ടിന്റെ ഉള്ളില് അകപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാളോട് പോലും ഒന്നും സംസാരിക്കാനില്ല, ടെൻഷൻ അടിക്കുക. അതായത് മക്കൾക്ക്, ഇപ്പോഴത്തെ മക്കളൊക്കെ നമുക്കറിയാലോ, റീൽസും അതായത് നമ്മളോട് സംസാരിക്കാനൊന്നും ആർക്കും നേരല്ല. ഇൻസ്റ്റയില് അവരൊക്കെ ആക്റ്റീവാ. അപ്പൊ അവർക്ക് ഫുൾ ടൈം ഫോണും വെച്ച് ഈ റീൽസും കണ്ടിരിക്കുക എന്നുള്ള ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുള്ളൂ, അപ്പൊ അഥവാ ഞാൻ ഈ ഒരു ബിസിനസ് നിർത്തി വീട്ടില് ഇപ്പൊ എല്ലാരും നെഗറ്റീവും കേട്ട് വീട്ടിലങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഭ്രാന്തായി പോകാന്നല്ലാണ്ട് വേറൊരു കാര്യവും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ വന്ന സമയത്ത് എനിക്ക് ടെൻഷൻ അടിക്കാൻ ഇപ്പൊ നേരല്ല. കാരണം പുതിയ പുതിയ ടീമുകൾ വരുന്നു, അവര് കുറെ ആൾക്കാരെ കോണ്ടാക്ട് നമ്മൾ തരുന്നു, നമ്മൾ അവരോട് സംസാരിക്കുന്നു. അതായത് നമ്മുടെ പുതിയ പുതിയ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാ. അപ്പൊ നമുക്ക് ഇവിടെ ടെൻഷൻ അടിക്കാനുള്ള, അതായത് കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്കിവിടെ ടെൻഷൻ അടിക്കാനുള്ള ഒരു നേരം കിട്ടുന്നില്ല. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എന്താ പറയാ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാ. കാരണം ഫാമിലിയിൽ കിട്ടാത്ത ഇതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ നമ്മളൊക്കെ ഒരു ഫാമിലി. അപ്പൊ എന്റെ ടീമൊന്നുമില്ല ഇവിടെ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്റെ ടീമല്ലല്ലോ. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിനെ പോലെയാണ് ഇവിടെ. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്.
പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ എല്ലാം, അതായത് കാർ ഫണ്ട് ആയാലും ടൂർ ഫണ്ട് ആയാലും ഹൗസ് ഫണ്ട് ആയാലും എല്ലാ ഫണ്ടുകളും കിട്ടിത്തരുന്ന, വീട്ടിലിരുന്നും കൊണ്ട് മക്കളെ നോക്കിയും കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് അവസരമാണ്. പുറത്തുള്ള ആൾക്കാർ പറയുന്ന നെഗറ്റീവുകൾ കേട്ടിട്ട് നമ്മളെ ലൈഫ് മാറ്റാതെ, അതായത് നശിപ്പിക്കാതെ എന്താണെന്നുള്ളത് തിരിച്ചറിയാം. എല്ലാവരും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.